ഇവിടെ ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ, ഈ ബിദ്അത്തിന്റെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് അല്ലാത്ത ബിദ്അത്തിന്റെ കക്ഷികൾ അവർ തമ്മിൽ പരസ്പരം വലിയ ശത്രുത ഉണ്ട്. ഇന്ന് കേരളത്തിൽ 8 ഒരുപാട് ബിദ്അത്തിന്റെ കക്ഷികളുണ്ട്. പൊട്ടി 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 ഇങ്ങനെ ഏകദേശം 8ഓളം വിഭാഗക്കാരനുണ്ടാവും. എന്നാൽ ഈ 8 വിഭാഗക്കാരും തമ്മിൽ വലിയ ശത്രുതയിലാണ്. അവരിപ്പം കാഫിറാണ്, ഓര് കാഫിറാണ്, പിന്നെ വിശ്രം കാഫിറാണ്, പിന്നെ KNM കാഫിറാണ്. ഇങ്ങനെ ചെറിയ പരിപാടിയൊന്നുമല്ല. കാഫിറിൻ്റെ അപ്പുറത്ത്, മുശ്രിക്കിൻ്റെ അപ്പുറത്ത് ഓൽക്ക് വേറെ ഒന്നും പറയല്ല. അങ്ങനൊക്കെ അവരെന്താണ്, അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാഫിറാക്കുന്നുണ്ടെങ്കിലും സുന്നികളെ എതിർക്കണ വിഷയത്തിൽ ഇവരൊറ്റക്കെട്ടാണല്ലോ. അപ്പോൾ ഒരൊറ്റ വിഭാഗത്തെ എതിർക്കുന്നതിൽ ഇവരൊക്കെ ഒരു ഘട്ട. അതിൽ ജമാഅത്ത് തബ്ലീഗ് ജമാഅത്തും ഘട്ട കണക്കാണ്, പിന്നെ മുജാഹിദും കണക്കാണ്, ജമാഅത്തും കണക്കാണ്, എല്ലാവരും ഒറ്റക്കെട്ട. ഇത് തന്നെ വലിയ തെളിവല്ലേ ഏതാണ് ഹക്ക് എന്നുള്ളത്. അല്ലേ, കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇവർ നടത്തിയൊരു വലിയ സംഗതി ഉണ്ട്. അടുത്ത കാലം വരെ അത് വേണ്ട രൂപത്തിൽ വിജയിച്ചിട്ടില്ല. പക്ഷേ ഇനിയുള്ള കാലങ്ങളിൽ ഇത് പൂർണ്ണമായി വിജയിക്കാൻ പോവുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ അവരിവിടെ വരുത്തിയൊരു വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ആദ്യം ചെയ്തിട്ടൊരു കാര്യം, ഉലമാഇനെയും ഔലിയാക്കളെയും സാദാത്യങ്ങളെയും മുഅ്മിനീങ്ങളുടെ മനസ്സിൽ നിന്ന് അവരോടുള്ള ബഹുമാനം കുറക്കുക എന്നതാണ് അവർ ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് എങ്ങനെ ചെയ്തു? അത് പ്രഭാഷണങ്ങളിലും കാര്യങ്ങളിലും എഴുത്തിലൊക്കെ ആയിട്ട് ചെയ്തു, ഇങ്ങനെ നിരന്തരം ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ കാര്യമായിട്ട് അത് അഫക്റ്റ് ചെയ്തിരുന്നില്ല. ഇനി മുതൽക്ക് അത് എഫക്റ്റ് ചെയ്യും. കാരണം എന്താ, ഇപ്പോൾ സോഷ്യൽ മീഡിയകളിലൂടെയാണ് ഇത് കാര്യമായിട്ട് വരുന്നത്. ഇപ്പോൾ നോക്കൂ, സോഷ്യൽ മീഡിയ തുറന്നാൽ നമ്മൾ കേൾക്കെന്താ, ഏതെങ്കിലും ഒരു തങ്ങളോ അല്ലെങ്കിൽ ഒരു ഉസ്താദോ എവിടെയെങ്കിലുമൊക്കെ പറഞ്ഞ, അതിൻ്റെ മുമ്പ് കുറേ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ശേഷവും പറഞ്ഞിട്ടുണ്ട്, അതൊന്നും എടുക്കാതെ ആ ഒരു വിഷയം മാത്രം കട്ട് ചെയ്ത് അത് കേൾക്കുമ്പോൾ ഏതാൾക്കും എന്തിനാ അയാൾ അതൊക്കെ പറയാൻ പോയത്, എന്തിനാണ് അയാൾ അത്തരത്തിലുള്ള വർത്താനം, എന്ത് മൂല്യനാണ് അയാൾ, എന്ത് തങ്ങളാണ് അയാൾ എന്ന രൂപത്തിൽ ഏതാളുകളും ഒറ്റടിക്ക് മാർക്കിട്ട് പോകുന്ന ഇത്തരത്തിലുള്ള വിഷയങ്ങൾ സോഷ്യൽ മീഡിയകളിൽ നിരന്തരമായിട്ട് അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. അത് അവരുടെ അജണ്ടയാണ്. എന്താ, ഈ വളർന്നു വരുന്ന ഈ തലമുറ എപ്പോഴും ഇത് ചവിട്ടിൽ വെച്ചിട്ടാണ് കിടന്നുറങ്ങണം. അപ്പോൾ ഏലസ് മാതിരിയാണ് മൊബൈൽ ഫോൺ ഇന്നത്തെ തലമുറക്ക്, അല്ലേ? ഇത് ഒഴിവാക്കുന്ന സംഭവമല്ല. അപ്പോൾ ഇതിങ്ങനെ നിരന്തരം കേൾക്കുകയാണ്. ഈ കേൾവിയിലൂടെ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. സാദാത്യങ്ങളോട്, ഔലിയാക്കളോട്, ആലിമീങ്ങളോട്, ദീനിൻ്റെ ഖാദിമീങ്ങളോട് ഒക്കെ ഇവരെ മനസ്സിൽ ഇങ്ങനെ വെറുപ്പ് വന്നുകൊണ്ടിരിക്കും. ഇത് വരുമ്പോൾ പിന്നെന്താവും, പിന്നെ ഈ ആലിമീങ്ങൾ ദീൻ പറയുമ്പോൾ അവരതിന് ചെവി കൊടുക്കൂല. ഇങ്ങനെയുള്ള ഇത് ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ശ്രമം ബിദ്അത്തിന്റെ സംഘത്തിൽ നിന്ന് നമ്മൾ കാണുന്നുണ്ട്. സത്യത്തിൽ നമ്മൾ ആലോചിക്കേണ്ട ചില സംഗതികളുണ്ട്. നമ്മളും തന്നെ പറഞ്ഞു, അയാളിങ്ങനെ പറഞ്ഞു. പൊതുവേ ഇന്ന് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ആർക്കും ഇറങ്ങാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഈ പറയാ എന്ന് പറയണത് അത് ആരോടാ പറയണത്? അത് മാലോകരോടല്ല. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളുടെ ഈ ഒരു സംഘം 10-25 കൊല്ലമായി തുടർച്ചയായി നമ്മൾ ഇങ്ങനെ ഒരുമിച്ച് കേൾക്കുന്ന ഒരു ടീമാണ്. ഇവിടെ നമ്മൾ പറയുന്ന ഒരു സംഗതി അതിൻ്റെ മുന്നും അതിൻ്റെ ബാക്കൊക്കെ കട്ട് ചെയ്തിട്ട് ആരോട് പറഞ്ഞു അതൊന്നുമില്ലാതെ അത് പുറത്ത് എന്തായി പ്രചരിപ്പിച്ചിട്ട് കണ്ടില്ല എങ്ങനെ പറയണതെന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വലുതല്ലേ. ഇതേ രൂപത്തിൽ തന്നെ ഇപ്പോൾ ഓരോ സംഗതികൾ ഇങ്ങനെ ഔലിയാക്കളുമായി ബന്ധപ്പെട്ടതൊക്കെ ചില ആളുകൾ പറയും. മൊത്തത്തിൽ അവിടുന്ന് സൂക്ഷ്മതയില്ലാത്തൊരു പ്രശ്നമുണ്ട്. കെല്ലിമിന്നാസാല കതിരി വക്കൂലിഹിം എന്ന പൊതുവേ ഉള്ള ഒരു നിയമം ജനങ്ങളുടെ ആളുകളുടെ പിന്നെ കഴിവിനനുസരിച്ച് ഉൾക്കൊള്ളാനുള്ള കഴിവിനനുസരിച്ച് മാത്രമേ ആളുകളോട് സംസാരിക്കാൻ പാടുള്ളൂ എന്നാണ്. ഏതുപോലെ ഇപ്പോൾ 3 മാസമായ കുട്ടിക്ക് ബിരിയാണി കൊടുക്കാൻ പാടില്ലല്ലോ. 4 മാസമായി ജനിച്ചിട്ട് 4 മാസമായ ഒരു കുട്ടിക്ക് ആട്ടിറച്ചി കൊടുക്കാൻ പറ്റുമോ? എന്നാൽ ആട്ടിറച്ചി ബിരിയാണി മോശമായിട്ടാണോ? അല്ലല്ലോ, അതിനെന്തായിട്ടില്ല, അത് പാകപ്പെട്ടിട്ടില്ല എന്നതുപോലെയാണ് കെല്ലിമിന്നാസലാഖാതിരിയും ഓരോ ആളുകളുടെ അവസ്ഥക്കനുസരിച്ച് സംസാരിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ തെറ്റിദ്ധരിച്ചു പോകും. അതാണ് ഇന്ന് സത്യത്തിൽ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം. ഔലിയാക്കളുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഇത് കൂടുതലും വരുന്നത്. ഇത് പബ്ലിക്കിൽ ഇടുന്ന ആളുകൾ ശ്രദ്ധിക്കണം. അവർ ശ്രദ്ധിക്കാഞ്ഞാൽ എന്ത് ചെയ്യും? സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള സംഗതികൾ ഇടുമ്പോൾ അവരെ സ്നേഹിക്കുന്ന ആളുകൾ വളരെ ന്യൂനപക്ഷേ ഉണ്ടാവുള്ളൂ. അതേ സമയത്ത് നമ്മുടെ പൊതുസമൂഹം എന്ന് പറയുന്നത് ഇതിനെപ്പറ്റി അറിവുള്ളവരല്ല. അവരിത് കേൾക്കുമ്പോൾ അവരെന്താകും? റിജക്റ്റ് ചെയ്യും, അവർ തോന്നിയാസം പറയും, അവർ ആക്ഷേപിക്കും. അത് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന ആളുകളാണ് അതൊക്കെ ശ്രദ്ധിക്കേണ്ടത്.
അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ വിഷയങ്ങളുള്ളത്. വളരെ ബേജാറാണ്. കൂടുതലും തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയോ സാഹചര്യം, ഈമാന് നഷ്ടപ്പെട്ടു പോകാനുള്ള സാഹചര്യങ്ങൾ എല്ലാ ഇടങ്ങളിലും കൂടുതലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സാധുക്കളാകുന്ന നമ്മയൊക്കെ രക്ഷപ്പെടുത്തി തരട്ടെ. നമ്മുടെ ഈമാനും ഹിദായത്തും അല്ലാഹു തആല നിലനിർത്തി തരട്ടെ. അവൻ്റെ മുഖറബീങ്ങളിൽ അല്ലാഹു നമ്മയൊക്കെയും ഉൾപ്പെടുത്തി തരട്ടെ. ആമീൻ.